ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും H4 ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് RT ഓഫീസിൽ പോയി ലേണേഴ്സ് എഴുതുന്ന പദ്ധതി നിർത്താൻ സർക്കാർ പ്ലാൻ ചെയ്യുന്നു. +2 പഠനത്തിനോടൊപ്പം ലേണേഴ്സ് ലൈസൻസും നൽകാൻ സർക്കാർ പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. +2 പാസ്സാകുന്നവർക്ക് ലേണേഴ്സ് ലൈസൻസ് നൽകാനുള്ള പദ്ധതിയുമായി ഗതാഗത വകുപ്പാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയിൽ ലേണേഴ്സ് ലൈസൻസിനുള്ള പാഠഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് ശുപാർശ. ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ കരിക്കുലം വിദ്യാഭ്യാസ വകുപ്പിന് ഈ മാസം 28-ന് കൈമാറുന്നതാണ്. സർക്കാർ കരിക്കുലം അംഗീകരിച്ചാൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്രത്തെ സമീപിക്കാനാണ് തീരുമാനം. എന്നാൽ 18 വയസ്സ് തികഞ്ഞാൽ മാത്രമാകും വാഹനം ഓടിക്കുവാനുള്ള അനുവാദം ലഭിക്കുക. സംസ്ഥാനത്ത് +2 പാസ്സാകുന്ന ഏതൊരാൾക്കും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലേണേഴ്സ് സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് പദ്ധതി. ഇതിനുവേണ്ടി +1, +2 ക്ലാസ്സുകളിൽ റോഡ് നിയമവും ഗതാഗത നിയമവും ഉൾപ്പെടുന്ന ലേണേഴ്സ് സർട്ടിഫിക്കറ്റിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതാണ്. ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ പ്രധാനമായും 2 നേട്ടങ്ങളാണ് വകുപ്പിന് കാണുന്നത്. ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് നേടുന്നതിൽ നിലവിലുള്ള ക്രമക്കേടുകൾ അവസാനിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ റോഡ് നിയമങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ബോധവാന്മാരാവുകയും ചെയ്യും എന്നതാണ് മറ്റൊന്ന്. ഗതാഗത നിയമലംഘനങ്ങളും അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. കൗമാരക്കാരിലാണ് ഗതാഗത നിയമലംഘനങ്ങൾ കൂടുതലായും കണ്ടെത്തുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെടുത്ത തീരുമാനം. +2 പരീക്ഷയോടൊപ്പം ലേണേഴ്സ് ലൈസൻസ് കൂടി ഉൾപ്പെടുത്തണമെന്നാണ് തീരുമാനം. അതായത് +2 പാഠ്യപദ്ധതിയിൽ ഗതാഗത നിയമങ്ങൾ കൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതാണ്. പരീക്ഷ പാസ്സായാൽ 18 വയസ്സ് തികഞ്ഞ് ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് ലേണേഴ്സ് ടെസ്റ്റ് പ്രത്യേകമായി എഴുതേണ്ടി വരില്ല. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ലേണേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുക. ട്രാഫിക് നിയമങ്ങളും ഒപ്പം ബോധവൽക്കരണവും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനാവശ്യമായ കരിക്കുലം ഗതാഗത കമ്മീഷണർ S. ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയത്. ഇത് ഗതാഗത മന്ത്രി ആന്റണി രാജു ഈ മാസം 28-ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് കൈമാറുന്നതാണ്. സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചാൽ കേന്ദ്ര വാഹന ഗതാഗത നിയമത്തിലടക്കം മാറ്റം വരുത്തണം. അതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് ഗതാഗത വകുപ്പിൻ്റെ തീരുമാനം. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.